बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് നല്ല സെറ്റ് ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. മെഗാ മാരത്തോണൊക്കെമായിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് അൻസാറും സ്നാമിസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ലൈവുകളിലൊക്കെ ഇനിയുള്ള ലൈവുകളും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കൃത്യമായി നിങ്ങൾ കാണുക, അടിപൊളിയാക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ വരുന്ന നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ചോദ്യമായിട്ടാണ് അൻസാർ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സൂചന തരും. संकेतों को पढ़े और प्रश्नों के उत्तर लिखे അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ എന്തോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. നോക്കൂ, ജന്നത്ത് കെ ബച്ചെ ഫിലിം പ്രദർശനി. ജന്നത്ത് കെ ബച്ചെ എന്നുള്ള ഒരു ഫിലിം പ്രദർശനം അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായത് ജന്നത്ത് കെ ബച്ചെ എന്നുള്ള പാഠഭാഗം ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിർദ്ദേശക് മാജിദ് മജീദിയാണ് അല്ലേ? അത് എഴുതിയത് മാജിദ് മജീദിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ആ പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ നോക്കിയേ, 10 ജനുവരി സോമവാർ സുബ് 10 ബജെ. അതേപോലെ GUP സ്കൂൾ കാലിക്കറ്റാണ്. പിന്നെ ഉദ്ഘാടൻ അല്ലേ, പ്രധാന അധ്യാപകനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. ഫിലിം പ്രദർശനീസെ സംബന്ധിച്ച് പോസ്റ്റർ തയ്യാർ കരേ. ഫിലിം പ്രദർശനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കണം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഫിലിം പ്രദർശനം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള ആളുകളെ അറിയിക്കണം. അതിന് ഈ സൂചകങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുതൽക്കൂട്ടാക്കി എടുത്ത് സിമ്പിളായിട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ആ പോസ്റ്റർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കണം. ഫിലിം പ്രദർശനം അല്ലെ, ജന്നത്ത് കെ ബച്ചെ മാജിദ് മജീദിയാണ്. അപ്പോൾ ഫിലിം പ്രദർശനം ജന്നത്ത് കെ ബച്ചെ എന്നുള്ളത് മാജിദ് മജീദിയുടേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നോക്കിക്കോ, 24 ഡിസംബർ 2024. അപ്പോൾ ആദ്യം നമ്മൾ എന്താണോ നമ്മുടെ സബ്ജക്റ്റ് അത് ഇവിടെ കൊടുക്കുന്നു. ഫിലിം പ്രദർശനമാണ്, അത് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ എന്താണ്, ഏത് ഫിലിമാണ് പ്രദർശിപ്പിക്കുന്നത്? ജന്നത്ത് കെ ബച്ചെ എന്നുള്ള നമ്മുടെ പാഠഭാഗത്തിലെ ഫിലിമാണ്. മാജിദ് മജീദിയുടേതാണത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പോസ്റ്ററിൽ കൊടുക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്താണോ നമുക്ക് ഏത് ദിവസമാണോ നടക്കുന്നത് ആ ദിവസം ഇതിൽ എന്ത് ചെയ്യാൻ മെൻഷൻ ചെയ്യണം. അപ്പം ദിവസവും ടൈമും സ്കൂളും ഈ സംഭവങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു 24 ഡിസംബർ 2024. ഏതെങ്കിലും ഒരു ഡേറ്റുകൾ കൊടുത്താൽ മതി. സുബ് 11 ബജെ, രാവിലെ 11 മണി, ഒരു 10 മണിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്കൂൾ സഭാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. മാത്രമല്ല GUP സ്കൂൾ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾ കൊടുക്കാം. അവിടെ സൈലെന്ന് ജസ്റ്റ് മാഷ് കൊടുത്തതാണ്. പിന്നെ ഏറ്റവും അവസാനം സബ്കാ സ്വാഗത്. ഏതൊരു പരിപാടിക്കും ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ വെൽക്കം ചെയ്യണം. ഓൾ ആർ വെൽക്കം. ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്ററായി. ഏറ്റവും എളുപ്പമല്ലേ? ഇനി നിങ്ങൾക്ക് ജന്നത്ത് കെ ബച്ചയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് ചിത്രങ്ങളൊക്കെ ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ കൊടുത്താൽ ഒന്നുകൂടി അട്രാക്റ്റീവായി നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അല്ലെ? അട്രാക്റ്റീവ്, ആ പോസ്റ്ററിന് അട്രാക്റ്റീവ് ആവും. നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നതിലുപരി നാളെ നമ്മളൊരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റർ ഇറക്കിയാലേ ആൾക്കാർ ഇതെന്തോ കാര്യഗൗരവമുള്ള പരിപാടിയാണ് എന്ന് അവർ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ 5 മാർക്ക് നേടാൻ പറ്റിയ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സിമ്പിളായിട്ട് പഠിച്ചു വെക്കണം അല്ലേ? ഇനി മാത്രമല്ല, ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിം കെ നിർദ്ദേശക് കോൻ ഹേ. അപ്പോൾ ഇതിലുണ്ട് നിർദ്ദേശക് മാജിദ് മജീദി. അത് നേരാണ്ട് എഴുതി കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ അറിയണ്ട. നേരെ എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസറായിട്ട് നമ്മുടെ ഇതിൽ നോക്കിയിട്ട് അതേപോലെ എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. എന്താണ് എഴുതേണ്ടത്? മാജിദ് അല്ലേ? നിർദ്ദേശകാരാണ് മാജിദ് മജീദി. നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നു. മാജിദ് മജീദി. സിമ്പിളായിട്ട് നമ്മൾ എഴുതിയില്ലേ? ഇത്തരത്തിൽ നമ്മൾ എഴുതിയാൽ ഈ വരുന്ന പരീക്ഷയിൽ എൻ്റെ മക്കൾക്ക് ഇതേപോലുള്ള സർഗർമികളുടെ 5 മാർക്ക് മുഴുവൻ എൻ്റെ മക്കൾക്ക് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനും വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ളൊരു പോസ്റ്റർ വന്നാൽ എൻ്റെ മക്കൾ എഴുതുമെന്നുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്ത് ചെയ്യണം? ഇതിന് താഴെ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നല്ല അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് യുവർ ക്രിസ്മസ് एग्जाम. अगला क्लास में सरफर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.